മാർക്കറ്റുള്ള വണ്ടിയാണ്. നമുക്കൊരു ഓഫർ പ്രൈസ് 2,45,000 ഏത് എമൗണ്ട് പറഞ്ഞു? 15 VXi 2015 VXi 2,45,000 എന്താ ഓഫർ റേറ്റിന് എവിടെയും കിട്ടില്ല. 9,60,000 കൊടുക്കും. 9,60,000 2015 V ഓപ്ഷൻ നമ്മൾ കൊടുക്കാം. വിത്ത് കേരള നമ്പർ നമ്മൾ കൊടുക്കാം. നല്ല ഓഫറാണ്. 13 വണ്ടി 3,10,000 കൊടുക്കാം. 3,10 2013 ഡിസയർ കൊടുക്കാം. 2011 മോഡൽ നിസാൻ മൈക്രോ 1.75 അല്ലേ? ഈവൻ നമ്മൾ കൊടുക്കാം. 2008 2028 വരെ പേപ്പറുള്ള വണ്ടി. 2029 വരെ ഉണ്ടോ? 29 വരെ പേപ്പറുള്ള ഇനോവ. ഓക്കെ, ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, നല്ല ഓഫർ പ്രൈസ് ആണ്. 4.5 ലക്ഷത്തിന് കൊടുക്കാം. 4 ലക്ഷം രൂപയ്ക്ക് 2010 ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഹലോ ഫ്രണ്ട്സ്, മുക്താറാണേ. ഒരുപാട് വണ്ടികൾ ഇനോവ, അതുപോലെ തന്നെ ഫോർച്യൂണർ, എത്തിയോസ് ലിവ, വാഗണർ ഒക്കെ ഒരുപാട് ഓഫർ ഉള്ള ഒരു സ്പോട്ടിലാണുള്ളത്. 2011 ഫോർച്യൂണർ സിംഗിൾ ഓണർഷിപ്പ് വിത്ത് NOC ഇങ്ങനെ തരാൻ പോകുന്നത് 7,65,000 രൂപയ്ക്ക്. കഴിഞ്ഞിട്ടില്ല. 2015 ഇനോവ ഇങ്ങനെ തരാൻ പോകുന്നത് 8,60,000 രൂപയ്ക്ക്. അതുപോലെ തന്നെ ക്രിസ്റ്റ വരുന്നുണ്ട് 2018. എത്ര കൊടുക്കുക? 15.5 ലക്ഷം റുപ്യ കൊടുക്കുക. ഞാൻ അതേപോലെ തന്നെ 2015 വാഗണർ 2.45 അല്ലേ? നിസാൻ മൈക്ര 2011 മോഡൽ എത്ര? 1,70,000. കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ഇത് ക്രിസ്റ്റ വരുന്ന ടാക്സി അല്ലേ വരുന്നത്? പ്രൈവറ്റ് വണ്ടിയാണ് വരുന്നത്. ബെൻസ്, BMW, ഓഡി, അതുപോലെ തന്നെ എത്തിയോസ്, ലിവ, എത്തിയോസ്, അതുപോലെ തന്നെ i20 ഒരുപാട് മോഡലുണ്ട്. ചെറിയൊരു പൈസക്ക് നല്ലൊരു കാർ സ്വന്തമാക്കാനുള്ള സ്പോട്ടിലാണുള്ളത്. നിങ്ങൾ ആ ബോർഡ് കണ്ട് നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട, അതല്ല അല്ലേ? ജസ്റ്റ് ഒരു ഫ്രാഞ്ചൈസ് എടുത്തതാണ്. നമ്മൾ ചെറിയൊരു മാറ്റം വരുത്താൻ പോവാണ്. PMA കാർസിൽ അൻവർ ഖാൻ എടുത്താണുള്ളത്. മാക്സിമം ഓഫർ അല്ലേ അൻവർ ഖാൻ? കൊടുക്കൂല നിങ്ങൾ? നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? മൊറയൂര്, കോഴിക്കോട്, പാലക്കാട് ഹൈവേല്, മലപ്പുറം മൊറയൂര് ജംഗ്ഷൻ. ഓക്കെ, അൻവർ ഖാന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ കൊടുക്കാം. അത്യാവശ്യം മാക്സിമം നല്ല കളക്ഷൻസും നല്ല ഓഫറുമാണ് ഉള്ളത്. ഒരുപാട് പരാതി പറയുന്നുണ്ട്. വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ തന്നെ നമ്മളെ ഫുൾ കാറ്റലോഗും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. എല്ലാം വരും. ലൊക്കേഷന് കാര്യങ്ങളെല്ലാം വരും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ചെക്കന്മാർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു ജെൻ ഉണ്ട്. 2029 വരെ പേപ്പർ ഉള്ള സെന്ന് ഒരു 65,000 രൂപ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഏതൊരു വണ്ടി എടുക്കുകയാണെങ്കിലും എവിടുന്നാണെങ്കിലും വണ്ടി പൂർണ്ണമായും ചെക്ക് ചെയ്തൊരു ഉത്തരവാദിത്തം അവരുതാണ്. ചെക്ക് ചെയ്തോട്ട് കാര്യങ്ങൾ നമ്മൾ മാക്സിമം പറഞ്ഞു കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഉള്ളിലത്തെ എഞ്ചിന്റെ ഉള്ളിൽ ഇരുമ്പിന് ജീവൻ വെച്ച സാധനമാണ്. അത് അവർക്ക് എവിടെ വർഷാപ്പര ആരൊക്കെ കൊണ്ടുവന്ന് കാണിക്കാം. എല്ലാം ചെക്ക് ചെയ്തിട്ട് ഫുള്ള് നോക്കിയിട്ട് എടുത്താൽ മതി. കമ്പനി ഹിസ്റ്ററി എടുക്കാം. എല്ലാത്തിനുള്ള ഓപ്ഷൻസും വേണമെങ്കിൽ നമ്മൾ കൊടുക്കാം. RC കോപ്പി വെച്ച് നമ്മൾ അയച്ചു കൊടുക്കാം. ഹിസ്റ്ററി എടുക്കാം. ലോണിന്റെ സംവിധാനമാണെങ്കിൽ RC കോപ്പി വെച്ച് നമ്മൾ അയച്ചു കൊടുക്കാം. അവർക്ക് ലോണാണ് ചെക്ക് ചെയ്തോട്ട് എല്ലാം നോക്കാം. ഒക്കെ നോക്കിയിട്ട് എടുക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ആ ഫോർച്യൂണർ തുടങ്ങാം. ഏതാ മോഡൽ വരുന്നത്? 2011 മോഡല്, സിംഗിൾ ഓണർ, ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി. 4 വീലർ അല്ലേ വരുന്നത്? 4x4 മാനുവൽ ആണ് വണ്ടി. സിംഗിൾ ഓണർ. കിലോമീറ്റർ 1,60,000 56,000 ജെനുവിൻ സർവീസ്, സിംഗിൾ ഓണർ, കറക്റ്റ് സർവീസ്. റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മേജർ ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഇത് കേരള ആണോ അല്ല റീ ആണോ വരുന്നത്? ഇത് ബീഹാർ നമ്പർ ആണ്. വിത്ത് കേരള നമ്പർ നമുക്ക് 8,90,000. 8,90,000 കേരള നമ്പറിലാക്കി കൊടുക്കാം. എത്ര? 7,65,000 കൊടുക്കാം. 7,60,000 NOC കൊടുക്കാം. എത്ര ലോൺ കയറും? ഇത് ലോണ് പുറത്ത് വണ്ടി ആയതുകൊണ്ട് നമ്പർ ആയിട്ട് ലോൺ കയറുള്ളൂ. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്ന ഫോർച്യൂണർ ഏതാ വരുന്നത്? ഇത് ടൈപ്പ് 2 കൺവേർട്ട് ചെയ്ത് 2010 മോഡൽ. 2010 മോഡൽ. ഓണർഷിപ്പ് 3rd ഓണർ. കിലോമീറ്റർ പുറത്തെ വണ്ടിയാണ്. ജെനുവിന. ഇതിന്റെ പോലെ നമ്മൾ ജെനുവിനാണെന്ന് പറയുന്നില്ല. റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. പിന്നെ ടൈപ്പ് 2 ആക്കിയതായതുകൊണ്ട് ബോണറ്റ് എന്തായാലും മാറും. കൺവേർട്ട് ചെയ്ത വണ്ടിയാണല്ലോ. പ്രൈസ് 7,90,000. നമ്പർ ആക്കിയിട്ടാണോ? നമ്പർ ആക്കിയിട്ട് 7,90,000. ടൈപ്പ് 2 2010 മോഡൽ. 4x4. എത്ര ലോൺ കയറും? ഇത് നമ്പർ ആക്കിയോണ്ട് ലോൺ എന്തായാലും കയറൂലേ? അതെ, ഇതൊരു 5-5.5 വരെ 5-5 വരെ ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 12ന് ശേഷമുള്ള വണ്ടിയാണ് മാക്സിമം ലോൺ കിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ഈ ഒരു ഇനോവ ഏതാ മോഡൽ? 14 മോഡൽ G4 2014. 3rd ഓണർ. 3rd ഓണർഷിപ്പ്. ഇത് നമ്പർ ആയതാണ്? ഇത് നമ്പർ ആയ വണ്ടിയാണ്. കിലോമീറ്റർ 2.180 എല്ലാവരും പറഞ്ഞിട്ട് നമ്മൾ 2 ഓടിയിട്ടുണ്ട്. ഓക്കെ, റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് ബോണറ്റ് ഉണ്ട്. പ്രൈസ് ആണ് വരുന്നത്? ഇത് 7,90,000. 7,90,000. എത്ര ലോൺ കയറും? ഇതിനൊരു 7,20,000 വരെ കയറും അല്ലേ? ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2015 G4. 2015 G4. ഓണർഷിപ്പ് 3rd. കിലോമീറ്റർ അതേ തന്നെ 190. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ് ഇതിനുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്യുന്നുണ്ട്. കിലോമീറ്റർ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. പുറത്തെ വണ്ടിയാണ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കണം. ഫുള്ള് ചെക്ക് ചെയ്യാം. അവർക്ക് കമ്പനിയുടെ ലോക്കൽ വർക്ക്ഷോപ്പിൽ എവിടെ വണ്ടി ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 2015 G4
9 ലക്ഷം IDV ഉള്ള വണ്ടി വിത്ത് കേരള നമ്പറിൽ 8,65,000 G4 കൊടുക്കാം. നമ്പർ ആയ വണ്ടി കൊടുക്കാം. ഇൻഷൂർ 9 ലക്ഷം IDV. ഓക്കെ. ക്രിസ്റ്റ ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 G4 മാനുവൽ. 2018 G4 മാനുവൽ. ഓൺഷിപ്പോ സിംഗിൾ ഓണർ. ഇപ്പൊ നമ്പർ ആയ സെക്കൻഡ് ഓണർ ആവും. നമ്പർ ആക്കാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,60,000 സർവീസ് റെക്കോർഡുള്ള വണ്ടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ഈ റീവണ്ടി മൊത്തം ഫ്രണ്ട് ഗ്ലാസ് വണ്ടികളൊക്കെ ഉണ്ട്. റീപ്ലേസ് ഇല്ലാത്ത വണ്ടികളും ഉണ്ട്. ഓക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് 15,75,000. 15,75. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്തു. ഓക്കെ. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2012 മോഡൽ V ആണ്. 2012 V ആണ്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്റർ? കിലോമീറ്റർ 2,25,000. 2,25,000. ഓണർഷിപ്പ്? ഓണർഷിപ്പ് തേർഡ് ഓണർ. തേർഡ് ഓണർഷിപ്പ് അല്ലേ? റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇതിനകത്ത് 12 മോഡലാണ് ഗ്ലാസ് കാണിക്കുന്നത്. പക്ഷേ ഇത് എനിക്ക് ഒറിജിനൽ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് ഇത് 2012 V 5,60,000. 5,65 ഇനോവ കൊടുക്കാം അല്ലേ? ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇത് 2015 G4. 2015 G4. ഓണർഷിപ്പോ? ഓണർഷിപ്പ് തേർഡ് ഓണർ. കിലോമീറ്റർ? കിലോമീറ്റർ അതേപോലെ തന്നെയാണ്. കറക്റ്റ് ആയിക്കോളന്നില്ല. അതിൽ 1 സംതിങ് കാണിക്കുന്നത്. ഓക്കെ. റീപ്ലേസ്മെന്റ് ആണോ? ഫ്രണ്ട് ഗ്ലാസ് ബോണറ്റ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ബോണറ്റ് റീപ്ലേസ്മെന്റ് ഉണ്ട്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 8,60,000. 8,60,000. ഓക്കെ. ഫോർച്യൂണറോ? 2014 മോഡൽ. 2014. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ? കിലോമീറ്റർ 1,60,000. 1,60,000. റീപ്ലേസ്മെന്റ് എന്താ ഉള്ളത്? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് ആണോ? ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാക്സിമം ഫ്രണ്ട് ഗ്ലാസ് പോയിട്ടുണ്ട്. അധികം വണ്ടികൾ ഓക്കെ. അവിടെ നല്ല ചൂടുമാണ്. പിന്നെ ടൗണും കാര്യങ്ങളും ആയതുകൊണ്ടായിരിക്കും എന്താ അറിയില്ല. ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരുവിധം വണ്ടികളിലൊക്കെ ഫ്രണ്ട് ഗ്ലാസ് പോകുന്നുണ്ട്. പിന്നെ നമ്പർ അടിച്ചിട്ടൊക്കെ കൊടുക്കണ്ടേ. നമ്മളതിനൊന്നും നിൽക്കണില്ല. റീപ്ലേസ് ഇല്ലാന്നൊന്നും പറഞ്ഞിട്ട് കൊടുക്കും. നമ്മളുള്ളത് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുള്ളൂ. ഓക്കെ. പ്രൈസ് അങ്ങനെ ലാസ്റ്റ് ഫൈനൽ? ഇത് വിത്ത് NOC നമ്പർ ആദ്യത്തെ റേറ്റ് ആണ്. NOCയിൽ 11.5 ലക്ഷത്തിന് കൊടുക്കും. 11.5 ലക്ഷം രൂപ കൊടുക്കും. ഡൽഹി റേറ്റ് ആണ് കേട്ടോ NOCയിൽ. ഓക്കെ. ഈ ഒരു ക്രിസ്റ്റ ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡൽ. 2018. ഓണർഷിപ്പ്? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടികൾ ചോദിച്ച സ്ഥിതിക്ക് കാണിച്ചു. ഫ്രണ്ട് ഗ്ലാസ് ബോണറ്റ് ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല. ഓണർഷിപ്പ് ആയിരുന്നത്? സിംഗിൾ ഓണർ ഡൽഹി നമ്പർ ഉണ്ട്. കിലോമീറ്ററോ? 1,33,000. 2024 വരെ സർവീസ് ഉണ്ട്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ 2 മാസം മുമ്പ് വരെ സർവീസ് ഉണ്ട്. ഓക്കെ. പ്രൈസ് അങ്ങനെ ലാസ്റ്റ് ഫൈനൽ? ഇത് വിത്ത് NOC ലാസ്റ്റ് 16,30,000. 16,30,000. 18 Z ഓട്ടോമാറ്റിക് വിത്ത് കേരള നമ്പർ ആണെങ്കിൽ ഇപ്പൊ കേരള വണ്ടിന്റെ മാർക്കറ്റ് 23-24 ലക്ഷമാണ്. ഇത് വിത്ത് NOC നമുക്ക് 16,30 കൊടുക്കാം. 280 ടാക്സും വരും. ഓക്കെ. ഇനി അതേപോലെ തന്നെ ആ ഒരു i20 007 ഫാൻസി നമ്പർ വടകര രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വണ്ടിയാണ്. 4 പുതിയ ടയർ പുതിയ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ. ഏതാ മോഡൽ വരുന്നത്? 15 ആസ്റ്റ പെട്രോൾ. 2015 ആസ്റ്റ പെട്രോൾ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. കിലോമീറ്റർ? 96,000 സർവീസ് ഉള്ള വണ്ടി. ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 4,90,000 ആണ് ചോദിക്കുന്നത്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ. ഈ ഒരു ക്രിസ്റ്റ ഇത് റീപ്ലേസ് ഉണ്ട് വണ്ടി. പുറത്തുനിന്നാണ് വർക്ക് എടുത്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആക്സിഡന്റ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആക്സിഡന്റ്. അപ്പൊ എന്തായാലും പ്രൈസിന് നല്ലൊരു മാറ്റം വരും. ഓക്കെ. ഏതാ മോഡൽ വരുന്നത്? ഇത് റെന്റേക്കാരുടെ ആവശ്യക്കാർക്ക് ഫുൾ ഓണിന്റെ ആവശ്യക്കാർക്കൊക്കെ ഒരു പറ്റിയ വണ്ടിയാണ്. ഓക്കെ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 മോഡൽ G4 ഓട്ടോമാറ്റിക്. G4 ഓട്ടോമാറ്റിക്. വീണ്ടും പറയണ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആക്സിഡന്റ് ആയ വണ്ടിയാണ്. ഓക്കെ. അത്യാവശ്യം നല്ലൊരു ആക്സിഡന്റ് ആയിട്ടുള്ള കാര്യം ഓപ്പൺ ആയിട്ടാണ് പറയുന്നത്. വണ്ടി പക്ക വണ്ടിയാണ്. പക്ഷെ ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ട്. 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒറിജിനൽ കേരളയാണ്. സിംഗിൾ ഓണർ ആണ്. 4567 ഫാൻസി നമ്പർ ആണ്. ഒറിജിനൽ കേരളയാണ്. 17 ലക്ഷം IDV പുതിയ ഇൻഷുറൻസും ഉണ്ട്. വണ്ടി റെന്റേക്കാരന്റെ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. ഫുള്ള് ലോൺ കിട്ടും. 15.5 ലക്ഷത്തിന് ഫൈനൽ കൊടുക്കും. ഒറിജിനൽ കേരളമാണ്. 15 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ ആയിട്ട് നമുക്ക് കൊടുക്കാം അല്ലേ? ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ല. പക്ഷേ ഹിസ്റ്ററിയിൽ ക്യാഷ് ലോസ് ഉണ്ട് വണ്ടിന്റെ. അത്യാവശ്യം മാക്സിമം കിട്ടും. മാക്സിമം ഫുള്ള് ലോൺ കിട്ടും. ഫുൾ ലോൺ ചെയ്തു 15.5 ലക്ഷം. ഓക്കെ. ഈ ഒരു എത്തിയോസ് ലിവേ? ഇത് 2012 മോഡൽ. 2012 മോഡൽ. ഓണർഷിപ്പ്? ഇത് തേർഡ് ഓണർ. കിലോമീറ്റർ? കിലോമീറ്റർ പുറത്തെ വണ്ടിയാണ്. ഇതിൽ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഡോൾട്ടോൺ ആക്കിയ വണ്ടിയാണ്. 2012 അല്ലേ പറഞ്ഞത്? ഓക്കെ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് 3,10,000 കൊടുക്കാം. 3,10,000. 10 അങ്ങോട്ട് ഒഴിവാക്കി കൂടെ? അത് നേരിട്ട് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന ബെൻസ് മൈലേജ് ഉള്ള ഒരു B ക്ലാസ് ബെൻസ് ആണ്. ഏതാ മോഡൽ? ഉള്ള വണ്ടിയാണ്. ഏതാ മോഡൽ വരുന്നത്? 2014 മോഡൽ. 2014. ഓണർഷിപ്പ്? സോറി 13 മോഡൽ. 2013. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് B180 ബേസ് ഓപ്ഷൻ ആണ്. ബേസ് ഓപ്ഷൻ ആണ്. കിലോമീറ്ററോ?
കിലോമീറ്റർ 1,18,000 സർവീസ് റെക്കോർഡുള്ള വണ്ടി. റിയാണോ കേരള ആണോ? HR നമ്പർ ആണ് വണ്ടി. HR നമ്പറാണ്. പ്രൈസ് ആണ് വരുന്നത് 6,25,000 വിത്ത് NOC. 6,25,000 വിത്ത് NOC. അവിടെ റൂം അഡ്രസ്സിൽ അവിടെ പേര് മാറണമെങ്കിൽ അങ്ങനെ പേര് മാറും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവിടെ മാറിയിട്ട് ലോണും കിട്ടും കാര്യങ്ങൾ. ഓക്കെ, കാരണം കേരളത്തിൽ മാത്രമല്ല വേറെ എവിടെ വേണമെങ്കിലും നമുക്ക് പേര് മാറി കൊടുക്കാം. ഓക്കെ, NOC എടുത്ത വണ്ടിയാണ്. എടുത്തിട്ടില്ല NOC എടുത്തിട്ടില്ല അല്ലേ? NOC എടുത്തുവാണെങ്കിൽ എടുത്തു തരാം. അങ്ങനെയാണെങ്കിൽ അവിടെ നെയിം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം അല്ലേ? ഓക്കെ, ഈ ഒരു ഇന്നോവ ഏതാ മോഡൽ വരുന്നത്? 2015 മോഡൽ V ആണ്. 2015 മോഡൽ V. ഓണർഷിപ്പ് പറഞ്ഞത് സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,40,000. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഉണ്ട്. കിലോമീറ്റർ ജനുവിനാന്ന് നമ്മൾ പറയണില്ല കേട്ടോ, അടുത്ത വണ്ടിയാണ്. ഓക്കെ, റീപ്ലേസ് ഇതിനകത്ത് ഫ്രണ്ട് ഗ്ലാസ് 14 ആണ് കാണിക്കുന്നത്. 15 മോഡലാണ് വണ്ടി. ഓക്കെ, അത് റീപ്ലേസ് ആണെന്ന് എനിക്ക് കണ്ടിട്ട് സംശയം. ഗ്ലാസ് മാറിയിട്ടുണ്ടാവും. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 2015 V ആണ്. ഇത്രയും ഓഫർ റേറ്റിന് എവിടെയും കിട്ടില്ല. 9,60,000 റുപ്യ കൊടുക്കും. 9,60,000 റുപ്യക്ക് 2015 V ഓപ്ഷൻ നമ്മൾ കൊടുക്കാം. വിത്ത് കേരള നമ്പർ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ക്രിസ്റ്റ നമ്മൾ വരുന്നത് ഇത് മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും ഇല്ലാത്ത 16 V മാനുവല്. V മാനുവല്. അതെ. ഓണർഷിപ്പ് പറഞ്ഞത്? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ ഇതിനകത്ത് കാണിക്കണ 1 സംതിങ് ആണ്. ജെനുവിനാന്ന് നമ്മൾ തോന്നില്ല. ഫുൾ ഓപ്ഷൻ ആണ്. ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എല്ലാ സിസ്റ്റം വരുന്ന 8 സീറ്റ് V മാനുവൽ വണ്ടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് ഇത് വിത്ത് കേരള നമ്പർ 15.5 ലക്ഷം. 15 ലക്ഷം റുപ്യ. കേരള ടാക്സ് അടച്ചിട്ട് 15.5 ലക്ഷം. ഓക്കെ, മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഓഡിയോ? ഇത് ഓഡി BMW ബെൻസ് 3 നിർത്തിച്ചു. 3 ഓക്കെ, 2013 മോഡൽ. 2013 മോഡൽ സെക്കൻഡ് ഓണർ. 1,00,000 കിലോമീറ്റർ സർവീസ് റെക്കോർഡ്. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് ഏറ്റവും ഫുള്ളിന് താഴെ പനോരമിക് റൂഫ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് ഇത് നമ്മൾ ചോദിക്കുന്നത് 10,90,000. ഏകദേശം 9 ലക്ഷം ലോൺ. റീ അല്ലേ വരുന്നത്? റീ ആണ് വരുന്നത്. ലൈഫ് ടാക്സ് അടച്ച വണ്ടിയാണ്. ഓക്കെ, അതായത് 10,90,000 മാക്സിമം ഫുള്ള് ലോൺ കിട്ടുന്ന ഒരു വണ്ടിയാണ്. 10 ലക്ഷം 9 ലക്ഷം ഒക്കെ ലോൺ കിട്ടും. 10 ലക്ഷം ഒരു 1 ലക്ഷം ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി നല്ല മൈലേജ് കിട്ടും. 13-12 ഒക്കെ മൈലേജ് കിട്ടുന്ന പനോരമിക് റൂഫുള്ള ഡീസൽ വണ്ടി. ഓട്ടോമാറ്റിക്. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ BMW വരുന്നുണ്ട്. 2011 ഫേസ് ലിഫ്റ്റിംഗ് ഒരു ട്രെൻഡിങ് ആണല്ലോ. ചെയ്തിട്ടില്ല. 2011 ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന BMW. ഓണർഷിപ്പ് വരുന്നത് റീ ആണോ കേരള ആണോ? ഒറിജിനൽ കേരള വണ്ടി. വണ്ടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രമായിട്ടുണ്ട്. മാക്സിമം റീ വണ്ടിയുടെ ഗ്ലാസ് ഇത് ഒറിജിനൽ കേരളയാണ് വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. 1,10 ഓടിയിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് 10,90,000 കൊടുക്കാം. 10,90 കൊടുക്കാം. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, ഈ ഒരു ബെൻസോ? ഇതും ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. S ക്ലാസ്. ഇപ്പൊ മേ ബാക്കിലേക്ക് കൺവേർട്ട് ചെയ്യണ കിറ്റൊക്കെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-3.5 ലക്ഷത്തിനൊക്കെ കിറ്റ് കിട്ടും. അങ്ങനെ ആകുമ്പോ വണ്ടി ഒരു 1.5 കോടിന്റെ വണ്ടിയായി. 1.5 കോടിന്റെ ആ ഒരു കാര്യത്ത് കിട്ടും. ഏതാ മോഡൽ വരുന്നത്? ഇത് 2006 മോഡൽ. പുതിയ ടാക്സ് 2026 റിന്യൂവൽ ഉണ്ട്. വണ്ടി നമുക്ക് ഇത് 4,10,000 കൊടുക്കാം. 4,10 കൊടുക്കാം. അതായത് ഒരു 3-3.5 ലക്ഷം രൂപ കയറി കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ജെറ്റിന്റെ ഫെസിലിറ്റി ഉള്ള വണ്ടികളാണ്. ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളുള്ള വണ്ടിയാണ്. 2006 മോഡൽ S ക്ലാസ് ബെൻസ്. 2026 വരെ പേപ്പർ ഉണ്ട്. 26 വരെ പേപ്പർ ഉണ്ട്. 29 വരെ ടാക്സും ഉണ്ട്. ഓണർഷിപ്പ് ഏതാ പറഞ്ഞത്? ഇത് തേർഡ് ഓണർഷിപ്പ്. ലാസ്റ്റ് 4,10. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ഇത് റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ നടക്കാം. ലോൺ പറ്റൂല. ഓക്കെ, ഞമ്മ ബാക്കോട്ട് പോയാലോ? ബാക്കോട്ട് പോകാം. ഓക്കെ, ഇതേതാ മോഡൽ വരുന്നത്? ഹോണ്ടന്റെ WRV 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന സൺറൂഫ് ഉള്ള ഡീസൽ വണ്ടി. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ ഒറിജിനൽ കേരള ആണ്. ഒരു ഡോക്ടർ എംബ്ലൊക്കെ ഉണ്ട്. നമ്മൾ ഒട്ടിച്ചതൊന്നല്ല. കച്ചവടക്കാർ ഡോക്ടറിനെ എംബ്ലം ഒട്ടിക്കുന്നുള്ള പരാതി വരുന്നില്ല. ഞാൻ ഒട്ടിച്ചതല്ല, ഓൾറെഡി ഇതിൽ ഉള്ളതാണ്. ആളൊരു ഡോക്ടറിനെ ആണെന്ന് തോന്നുന്നു. ഞാൻ ഒട്ടിച്ചതല്ല. ഒട്ടിച്ചതാണ്. ഇത് കുറച്ച് പഴയതാണല്ലോ സ്റ്റിക്കർ. അതല്ല, കിലോമീറ്റർ സൺറൂഫ് ഉള്ള വണ്ടിയാണ്. 1,60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ. ഒറിജിനൽ കേരളയാണ്. റീപ്ലേസ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് 2018 മോഡൽ സൺറൂഫ് ഉള്ള WRV ഡീസൽ വണ്ടി. നമ്മൾ ചോദിക്കുന്നത് 7,90,000 ആണ്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഡിസൈർ 2013 VDI. 2013 ഡീസൽ. ഓണർഷിപ്പ്? ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്യാണ്ട്. ഓക്കെ, ഫുൾ കണ്ടീഷൻ എന്ന് പറയുന്നില്ല. ചെറിയൊരു ടച്ചപ്പ് ബമ്പർ അതൊക്കെ ചെയ്യാണ്ട്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് തേർഡ് ഓണർ. കിലോമീറ്റർ 1,10. സർവീസ് റെക്കോർഡൊക്കെ ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ?
റീപ്ലേസ് ഒന്നും കാണില്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് ഇത് നല്ല ഓഫറാണ്. 13 വണ്ടി 3,10,000 കൊടുക്കും. 3,10,000 2013 ഡിസൈർ കൊടുക്കാം നമുക്ക്. ഓക്കെ. നിസാം മൈക്ര 2011 XV ബട്ടൺ സ്റ്റാർട്ട് ഒറിജിനൽ കേരള വണ്ടി. ഓണർഷിപ്പ് തേർഡ് ഓണർ. കിലോമീറ്റർ 1 സംതിങ്. റീപ്ലേസ് ഒന്നുമില്ല. പൈസ വരുന്നത്? പ്രൈസ് ചെറിയ പൈസ ഉള്ളൂ, 1,75. 1,75,000. 2011 മോഡൽ നിസാം മൈക്ര 1,75 അല്ലേ? ഡീസൽ മാനുവൽ വണ്ടി. ഓക്കെ. അല്ല കൊറോള അൾട്ടീസ് ഏതാ മോഡൽ വരുന്നത്? CNG ആണ്. 55,000 കൊടുത്തിട്ട് ഇവിടുന്ന് ഏറ്റവും CNG ആണ്. അത്യാവശ്യം മൈലേജ് എന്തായാലും കിട്ടും. അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. ഒരു 100 രൂപക്ക് അടിച്ച CNG അടിച്ചാൽ ഒരു 20-22 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും. ഏതാ മോഡൽ വരുന്നത്? ഇത് 2008 പുതിയ ടാക്സ് പുതിയ റിന്യൂവൽ. 2028 വരെ ഫുൾ പേപ്പറുള്ള വണ്ടി. 2028 വരെ പേപ്പറുള്ള കൊറോള അൾട്ടീസ്. അതെ. ഓൺഷിപ്പ് വരുന്നത്? CNG കമ്പനി ഇവിടുന്ന് CNG നാട്ടിലെത്തിയിട്ട് കേരളത്തിൽ നിന്ന് 55,000 കൊടുത്ത് കയറ്റിയ വണ്ടിയാണ്. തേർഡ് ഓണർ വണ്ടി 2,40,000 കൊടുക്കും. റീപ്ലേസ് മെയിൻ ക്ലാസ് ഉണ്ട്. മെയിൻ ക്ലാസ് മാത്രം. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 2,40,000. 2,40,000 കൊടുക്കാം അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന എത്തിയോസ് ലിവ. 2015 മോഡൽ. 2015 മോഡൽ. വണ്ടി. റീ ആണ് വരുന്നത്? അതെ അതെ. ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 1 സംതിങ് ആണ്. ജെനുവിൻ അല്ല. പുറത്തെ വണ്ടിയല്ലേ? റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇതിന് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് ഇത് 4,10,000 ആസ്കിയാണ്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് ഇനോവ. ഇത് മോഡൽ വരുന്നത്? ഇനോവന്റെ ചാകര തന്നെയല്ലേ കൂടുതലും? ഇനിയും വരാണ്ട് ഒരു 5-6 വണ്ടി പെയിന്റിംഗിലുണ്ട്. പെയിന്റിംഗിലുണ്ടല്ലേ? നമ്മളെ വാട്സാപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. കാറ്റലോഗ് വരും. ഓക്കെ. ഇതേതാ മോഡൽ വരുന്നത്? 2008 പുതിയ ടാക്സ് പുതിയ റിന്യൂവൽ എടുത്തിട്ട് നമുക്ക് 3,90,000. ഏത് ഓപ്ഷൻ വരുന്നത്? ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. വി അല്ലേ വരുന്നത്? G4 ആണ് വരുന്നത്. ഓൺഷിപ്പ്? ഇത് തേർഡ് ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 2 സംതിങ് ഓടിയിട്ടുണ്ട്. ഓക്കെ. പ്രൈസ് ആണ് ലാസ്റ്റ് ഫൈനൽ? പ്രൈസ് 3,70,000 ലാസ്റ്റ് കൊടുക്കും. 3,70,000 നമുക്ക് കൊടുക്കാം. 2008-2028 വരെ പേപ്പറുള്ള വണ്ടി. 2029 വരെ ഉണ്ടാവും. 29 വരെ പേപ്പറുള്ള ഇനോവ. ഓക്കെ. ഇത് നെക്സ്റ്റ് വരുന്ന ഏതാ മോഡൽ? 2010 ഒറിജിനൽ കേരള. 2010 ഒറിജിനൽ കേരള. ഓൺഷിപ്പ്? ഓണർഷിപ്പ് തേർഡ് ഓണർ. കിലോമീറ്റർ ഇതിനകത്ത് 1,10 ആണ്. ജെനുവിൻ ആയിക്കോളുന്നില്ല. എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല ജെനുവിൻ ആണെന്ന്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ബോണറ്റ് ടൈപ്പ് 4 ആക്കിയതാണ്. ഉള്ളിലേക്ക് അപ്രോണ് അങ്ങനത്തെ വിഷയമൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും നമ്മള് ഞാൻ പുതിയത് എടുത്ത വണ്ടിയല്ല. ഇതിന്റെ മുമ്പ് 2-3 ആളുകൾ കൈമാറി വന്ന വണ്ടിയാണ്. ഇതിന്റെ മുമ്പത്തെ അവസ്ഥ എന്താ നമുക്ക് പറയാൻ? നമ്മളിപ്പോ ഇതിൽ ഗ്ലാസ് ചിലപ്പോൾ 15 ഉണ്ടാവും. അത് മാറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് അവർക്ക് വർക്ക്ഷോപ്പിൽ എവിടെ കൊണ്ട് ചെയ്യാം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ നമ്മളിത് ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു അവസ്ഥയില്ല. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഗ്ലാസ് ഒക്കെ പ്രിന്റ് അടിക്കുന്നുണ്ട്, ബോണറ്റ് പേസ്റ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞ് പറ്റിച്ചിട്ടുള്ള ഒരു കച്ചവടം. അത് ആര് വന്നിട്ട് ചെക്ക് ചെയ്താലും ഇപ്പൊ ഫുൾ അറിയാൻ കഴിയില്ല. ഇത് പ്രൈസ് ആണ് ലാസ്റ്റ് 2010 പറഞ്ഞു. 10 ഒറിജിനൽ കേരള വണ്ടി. നല്ല ഓഫർ പ്രൈസ് ആണ്. 4,50,000 കൊടുക്കാം. 4,00,000 രൂപയ്ക്ക് 2010 ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഓക്കെ. നെക്സ്റ്റ് 2010 ആണ്. കേരള ആണോ? നമ്പർ ആയിട്ടില്ല. നമ്പർ എവിടെ വേണ്ട വെച്ചാൽ നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം. 4,70,000 4,70,000. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓൺഷിപ്പ്? ഇത് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 2,30 ഓടിയിട്ടുണ്ട്. 2,30. റീപ്ലേസ് ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് 2010 ആണ്. 2010 ഒരു ആവറേജ് കണ്ടീഷൻ, ചെറിയൊരു ടച്ചപ്പും കാര്യങ്ങളൊക്കെ നിൽക്കാണ്ട്. ഓക്കെ. ഫുൾ കണ്ടീഷൻ നമ്മൾ പറയണം. എല്ലാ വണ്ടിയും ഫുൾ കണ്ടീഷൻ പറയാൻ പാടില്ലല്ലോ. ഓണർഷിപ്പ് തേർഡ് ഓണർ. കിലോമീറ്റർ ഇത് 2,30 സംതിങ് ഓടിയിട്ടുണ്ട്. 2,30. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് ഗ്ലാസ് ഒക്കെ ഉണ്ട്. ഓക്കെ. പ്രൈസ് ആക്കുമ്പോ എന്തായാലും ബോണറ്റ് മാറണം. ഓക്കെ. അതല്ല ഗ്ലാസ് റീപ്ലേസ് പറയാൻ പാടില്ല. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് ഇത് വിത്ത് NOC 4,25,000 4,25,000 കൊടുക്കാം. ഞാൻ അതിന്റെ ഇടയിൽ ഒരു പൊട്ടും കച്ചവടം. വാഗണർ 2015 VXI. 2015 VXI. ഓൺഷിപ്പ് ഏതാ വരുന്നത്? 3 ഓണർ ആയിട്ട് തേർഡ് ഓണർ ആയിട്ടുണ്ട്. ഇത് കേരള തന്നെയല്ലേ? ഒറിജിനൽ കേരള ആണ്. ഇത് ചെറിയ റീപ്ലേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു 3-3.25 മാർക്കറ്റുള്ള വണ്ടിയാണ്. നമുക്കൊരു ഓഫർ പ്രൈസ് 2,40,000. ഏത് അമൗണ്ട് പറഞ്ഞു? 15 VXI. 2015 VXI 2,40,000 രൂപയ്ക്ക്. എന്താ പണി? ചെറിയ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കണ്ടില്ല. ചെറിയ അപ്രോണൊന്നുമില്ല. ഈ ബോഡിന്റെ അവിടെ റൂഫിൽ എന്തൊക്കെ ഒരു ആക്സിഡന്റ് ഉണ്ട്. അറിയുന്ന കാര്യം 2015 വാഗണർ 2,45. ഇതൊരു അറിയാത്ത ആൾ വന്നാലൊന്നും അറിയാൻ കഴിയില്ല. പക്ഷെ നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. 15 VXI. ഇനി ഒരു ഡിസയർ 14 VDI ഡീസൽ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ ഇതിനകത്ത് 1,10 ജെനുവിൻ അല്ല. റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് ഇതിൽ നല്ലൊരു ഓഫറാണ്. 14 VDI ഡിസയർ 3,40,000. 3,45. 2014 ഡിസയർ അല്ലേ? ഓക്കെ. ഈ ഒരു ജാസ് HR നമ്പർ വണ്ടിയാണ്. HR ഏതാ മോഡൽ? 2015 ബേസ് മോഡലാണ്. ഡീസൽ. 22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഓൺഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്റർ
കിലോമീറ്റർ 1 സംതിങ് ഓടിയിട്ടുണ്ട്. റീപ്ലേസ് എന്താണോ? ഇല്ല, റീപ്ലേസ് മേജർ ആയിട്ടുള്ളതൊന്നുമില്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 2015 വിത്ത് NOC നമുക്ക് 3,10,000 കൊടുക്കാം. 3,10,000 കൊടുക്കാം അല്ലേ? ഒരു 40,000 രൂപ ടാക്സ് അടിച്ചാൽ 3.5 ലക്ഷം രൂപയ്ക്ക് വണ്ടിയാവും. വണ്ടി ആവുമല്ലേ? ഡീസൽ മാനുവൽ വണ്ടി. ഈ ഒരു ഐറ്റം ഓട്ടോമാറ്റിക് ചെറിയ വണ്ടി പൈസക്ക് CNG ഉള്ള വണ്ടിയാണ്. CNG ഓട്ടോമാറ്റിക്. അതെ. ഓക്കെ. ഏതാ മോഡൽ വരുന്നത്? 2012 ഒരു റീപ്ലേസും ഇല്ല. 2012 ഒരു റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഗിയർ ബോക്സ് ആണ് കേട്ടോ. CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3rd ഓണർ. കിലോമീറ്റർ 1,10,000. 1,10,000. റീപ്ലേസ് എന്താ? റീപ്ലേസ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 2,40,000 CNG പെട്രോൾ. 2012 CNG പെട്രോൾ 2,40,000 രൂപ. CNG പെട്രോൾ ആട്ടോ വരുന്നത്. ഓക്കെ. ആ ഒരു ഫോർച്യൂണറോ? ഇത് 2014 ഓട്ടോമാറ്റിക്. 2014 ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് വരുന്നത്? 2nd ഓണർ. കിലോമീറ്റർ 14 ലക്ഷം IDV പുതിയ ഇൻഷൂർ ഉണ്ട്. 2,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 14 ലക്ഷമാണ് നമ്മൾ ചോദിക്കുന്നത്. റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കേരള നമ്പർ ആയിട്ടുണ്ട്. പുതിയ ഇൻഷൂർ 14 ലക്ഷം IDV പുതിയ ഇൻഷൂർ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഫൈൻ എത്ര കൊടുക്കാം? ഒരു 12.5 ലോൺ കിട്ടും. ഒരു 13,90 13,85 ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഏതാ ബെൻസ് വരുന്നത്? ബെൻസ് 2015 E ക്ലാസ്. 2015 E ക്ലാസ്. ഓണർഷിപ്പ് വരുന്നത്? ഫ്രീ ആണോ അല്ല കേരള ആണോ? കർണാടക നമ്പറാണ്. അവിടെ കർണാടകയിൽ നമുക്ക് അഡ്രസ് ഉള്ള ആളുകളാണെങ്കിൽ അവിടെ പേര് മാറി കൊടുക്കാം. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണറാണ്. കിലോമീറ്ററോ? 2 ലക്ഷം ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഈ ക്ലാസ് ഫുൾ ഓപ്ഷൻ വണ്ടി. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് 10,90,000 കൊടുക്കാം. 15 E ക്ലാസ് ബെൻസ്. 10,90,000. 15 E ക്ലാസ് ബെൻസ് അല്ലേ? കർണാടക നമ്പറിൽ മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഇനോവേ? ഇത് അഡ്വാൻസ് ആയ വണ്ടിയാണ്. 12 വണ്ടി. 2012 വണ്ടി. ഇത് ഒരാൾ അഡ്വാൻസ് ചെയ്യുന്ന വണ്ടിയാണ്. ഓക്കെ. നമ്മൾ നെക്സ്റ്റ് നോക്കിയാലോ? ഈ ഒരു എത്തിയോസ് ലീവ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 മോഡൽ. അല്ല 13 മോഡൽ. 2013 ഒറിജിനൽ കേരള വണ്ടി. 2nd ഓണർ വണ്ടി. കിലോമീറ്ററോ? കിലോമീറ്റർ 1,60 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് ഗ്ലാസ് ഒക്കെ റീപ്ലേസ് ഉണ്ട്. ബോണറ്റും ഗ്ലാസും ഉള്ളിലേക്ക് അപ്രോൺ എന്തെങ്കിലും? അപ്രോൺ ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 3,40,000. 3,40,000 കൊടുക്കല്ലേ? ഒറിജിനൽ കേരള വണ്ടി. കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ആയതുകൊണ്ടാണ് ഈ വില. 3,40,000 കൊടുക്കുക. ഓക്കെ. ഈ ഒരു എത്തിയോസ് ലീവ്? ഇതും റീപ്ലേസ്മെന്റ് ഉണ്ട്. ബോണറ്റ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ഉണ്ട്. ഓക്കെ. 2012 ഡീസൽ കേരള വണ്ടി. 2012 ഡീസൽ കേരള വണ്ടി. 3,10,000 3,10,000. ഓണർഷിപ്പ്? ഇത് 3rd ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ അതന്നെ 2,160. ഫ്രീ അല്ലേ വരുന്നത്? ഒറിജിനൽ കേരള വണ്ടി. 3,10,000 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം അല്ലേ? ഓക്കെ. ഈ ഒരു ജെന്ന് ചെറിയൊരു പൈസക്ക് 2004 DI AC പവർ സ്റ്റാറിംഗ് ഉള്ള വണ്ടി. 2004 അല്ലേ? പുതിയ ടാക്സ് 2029 ഇൻഷൂർ റിന്യൂവൽ ടാക്സ് ഒക്കെ ചെയ്തിട്ട് ഇൻഷൂർ ഒരു വർഷത്തേക്ക് കിട്ടുള്ളൂ. നമുക്ക് ഈ വണ്ടി 65,000 കൊടുക്കാം. 2004 ഡീസൽ വണ്ടി. എത്ര? 4 DI AC പവർ സ്റ്റാറിംഗ്. എത്ര വരെ പേപ്പർ ഉണ്ട്? 2029 വരെ പേപ്പറുള്ള ജെന്ന് നിങ്ങൾക്ക് ഒരു 65,000. ലാസ്റ്റ് ഇനി ഒന്നും കുറയാനുണ്ടോ? ഇനി കുറയാനില്ല. പുതിയ 35,000 കൊടുത്തിട്ടാണ് ഇപ്പൊ പേപ്പർ എടുത്തത് നമ്മള്. 35,000 രൂപ ഓൾറെഡി ചെലവാക്കി ഇതിന്റെ മോള് ചെലവാക്കി പേപ്പർ എടുക്കാൻ. 29 വരെ പേപ്പർ ഉണ്ട്. 65,000 രൂപയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു മാറ്റം വരും. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 2006 മോഡൽ 530 BMW ആണ് വരുന്നത്. 2006. അതെ. ഓക്കെ. 26 വരെ പേപ്പർ. അതെ. റീ ആണല്ലോ? കേരള വണ്ടിയാണ്. ഓണർഷിപ്പ് 2006 എത്ര 4-5 ഒക്കെ ആയിട്ടുണ്ട്. കിലോമീറ്റർ വെക്കണോ? കിലോമീറ്റർ 1,00,000 കാണിക്കുന്നത്. അത് നോക്കണ്ടല്ലേ? റീപ്ലേസ്മെന്റ് എന്താണ്ടോ? റീപ്ലേസ് ഇല്ലാന്ന് തോന്നുന്നു. ഫ്രണ്ട് ഗ്ലാസ് ഉണ്ടാവും. വേറെ അപ്രോണ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. ഉള്ളിലേക്ക് ഒന്നുമില്ലല്ലോ? മേജർ വർക്ക് കാര്യമൊന്നുമില്ല. 3,70,000 കൊടുക്കാം. 3,70,000 രൂപ. 2006 മോഡൽ. ഓക്കെ. സൺറൂഫ് ഉള്ള വണ്ടി. സൺറൂഫ്. ഇതൊന്നും ലോൺ കയറില്ല. റെഡിക്കേഷന്റെ വണ്ടി ഇവിടെ എന്തായാലും 10 വരെയൊക്കെ മാക്സിമം ശ്രീരാമ കൊടുക്കും. 10ന്റെ താഴെയുള്ള വണ്ടി ലോണ് സാധ്യത കുറവാണ്. ഓക്കെ. നമ്മൾ ഏകദേശം ഒരു 60ഓളം വണ്ടി കാണിച്ചിട്ടുണ്ട്. 60-70ഓളം വണ്ടി കാണിച്ചിട്ടുണ്ട്. മാക്സിമം ഇനോവ വണ്ടി ഉണ്ട്. അതുപോലെ തന്നെ ഫോർച്യൂണർ ഓഫർ കൊടുത്തിട്ടുണ്ട്. BMW, ബെൻസ്, ക്രിസ്റ്റ ഒക്കെ നല്ല ഓഫറിലുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് ഇത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ മൊറയൂര് പോത്തുവട്ടിപ്പാറ എന്ന ജംഗ്ഷനിലാണ്. ഓക്കെ. കാർ 24 കാണിക്കേണ്ട ആവശ്യമില്ല അല്ലേ? പേരെന്താ വരുന്നത്? PMA കാർസ് മൊറയൂരാണ് വരുന്നത്. അൻവർ ഖാന്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി. മിസ്സാക്കാൻ നിൽക്കണ്ട.